മലയാള സിനിമാ പ്രേമികൾ ഏറെ കാലമായിട്ട് കാത്തിരിക്കുന്ന മന്ത്രോത്സവം അടക്കമുള്ള 4 ചിത്രങ്ങളുടെ ഒഫീഷ്യൽ OTT റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ലഭ്യമായിരിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് മനോരമ മാക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള സിനിമകളെ കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മനോരമ മാക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കണേ പള്ളുട്ടി 19 കിഡ്സ് എന്ന് പറയുന്ന സിനിമയാണ്. കഴിഞ്ഞ മാസം അതായത് ഒക്ടോബർ മാസം 25 തീയതി തിയേറ്ററിലോട്ട് എത്തിയ ചിത്രമായിരുന്നു പള്ളുട്ടി 19 കിഡ്സ് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് മാസ്റ്റർ ഡാവിഞ്ചി, മാസ്റ്റർ നീരജ് കൃഷ്ണ തുടങ്ങിയവരായിരുന്നു വന്നിട്ടുണ്ടായത്. ഇവരോടൊപ്പം തന്നെ മലയാളത്തിലെ പ്രമുഖ താരങ്ങളായിട്ടുള്ള അർജുൻ അശോകൻ, ബാജു വർഗീസ്, സൈജു കുറുപ്പ്, സുധി കോപ്പ, ദിനേശ് പ്രഭാകർ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നപ്പോൾ ജിതിൻ രാജാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം അത്യാവശ്യം തിയേറ്ററുകളിൽ വലിയൊരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചതിന് പ്രേക്ഷകർക്കിടയിൽ നല്ലൊരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് മനോരമ മാക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഡിസംബർ മാസം ആദ്യത്തോടു കൂടി ചിത്രം OTT പ്ലാറ്റ്ഫോം ആയിട്ടുള്ള മനോരമ മാക്സ് വഴി വരുന്ന അറിയിച്ചിട്ടുണ്ട്. നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റിനായിട്ട്. മാക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്ന രണ്ടാമത്തെ ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ കനകരാജു എന്ന് പറയുന്ന മലയാള ചിത്രത്തിന്റേതാണ്. ഇന്ദ്രൻസ്, മുരളി ഗോപി, ലിയോണ രക്ഷ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്ന സാഗർ ഹരിയാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും സ്വന്തമാക്കാൻ സാധിച്ചെങ്കിൽ അത്യാവശ്യം നല്ലൊരു അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന ചിത്രമായിരുന്നു കനകരാജു എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ മനോരമ മാക്സ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ഡിസംബർ മാസം പകുതിക്ക് ശേഷം ചിത്രം മനോരമ മാക്സ് വഴി സ്ട്രീമിംഗ് നടത്തുന്നതാണ്. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റിനായിട്ട്. മനോരമ മാക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്ന മറ്റൊരു മൂന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ത്രയം എന്ന് പറയുന്ന മലയാള ചിത്രത്തിന്റേതാണ്. ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രത്തിൽ സണ്ണി വെയിൻ, അജു വർഗീസ്, രാഹുൽ മാധവ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സഞ്ജിത് ചന്ദ്രശേഖർ ആയിരുന്നു. ചിത്രം ഒക്ടോബർ മാസം 25 തീയതി തിയേറ്ററിലോട്ട് എത്തി മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന നവംബർ മാസം 29 തീയതി ഈ വെള്ളിയാഴ്ച OTT പ്ലാറ്റ്ഫോം ആയിട്ടുള്ള മനോരമ മാക്സ് വഴി സ്ട്രീമിംഗ് നടത്തുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിനായിട്ട്. അടുത്ത നാലാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ മലയാള സിനിമാ പ്രേമികൾ ഏറെ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു മലയാള ചിത്രമാണ് മധുരോത്സവം എന്ന് പറയുന്ന സിനിമ. സുരാജ് വെഞ്ഞാറോട്, ബാബു ആന്റണി, ഭാമ അരുൺ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തെത്തി സുധീഷ് ഗോപിനാഥ് ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു മധുരോത്സവം എന്ന് പറയുന്ന സിനിമ. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം കഴിഞ്ഞ വർഷം വിഷുക്കാലത്ത് അതായത് ഏപ്രിൽ മാസമായിരുന്നു ചിത്രം തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടത്. അത്യാവശ്യം ഒരു കോമഡി എന്റർടൈനർ എന്നുള്ള ലേബലിൽ നല്ലൊരു അഭിപ്രായം സ്വന്തമാക്കി ചിത്രത്തിന്റെ OTT റിലീസ് പിന്നീട് നടന്നിട്ടില്ലായിരുന്നു. അതിനുശേഷം മലയാള സിനിമാ പ്രേമികൾ ഏറെ കാലമായിട്ട് കാത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റിനായിട്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. മനോരമ മാക്സ് എന്നാണ് ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടില്ലെങ്കിലും ഈ വരുന്ന നവംബർ മാസം 29 തീയതിയോ അല്ലെങ്കിൽ ഈ വരുന്ന ഡിസംബർ മാസം ആദ്യമായിട്ടോ ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് നടത്തുന്ന ഇപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട്. അപ്പം മനോരമ മാക്സ് സ്വന്തമാക്കിയ 4 ചിത്രങ്ങളിൽ നിങ്ങൾ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.